എന്നാലും സംസ്ഥാനത്ത് ഇന്ന് മഴ തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അലേർട്ടുകളിലും അതുതന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ വലിയ ജാഗ്രത പുലർത്തണം, നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കനത്ത ജാഗ്രത. ഇന്ന് വൈകുന്നേരത്തോടുകൂടെ ഏതാണ്ട് മഴയ്ക്ക് ശമനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും മതപഠനശാലകൾക്ക്, ട്യൂഷൻ സെൻ്ററുകൾക്കൊക്കെ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരീക്ഷകളൊക്കെ പലതും മാറ്റിവെച്ചിട്ടുണ്ട്. ഈ അലേർട്ടുകളുടെ അല്ലെങ്കിൽ മഴ മുന്നറിയിപ്പുകളുടെ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. മധ്യ കേരളത്തെയും അതോടൊപ്പം വടക്കൻ കേരളത്തെയും വിറപ്പിച്ച മഴക്കെടുതിക്ക് തൽക്കാലത്തേക്ക് ഒരു ശമനം ഇന്നലെ രാത്രിയോടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും ഇപ്പോഴും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, വടക്കൻ കേരളത്തിലാണ് ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയ്ക്കടക്കം ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടാൻ കൃത്യമായി ഒരുങ്ങിയിരിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് അടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനടക്കം കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പിൻ്റെ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ റാന്നി, ആറന്മുള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഇടുക്കിയുടെ ഒറ്റപ്പെട്ട മേഖലകൾ, അതോടൊപ്പം കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയായിരുന്നു മധ്യ കേരളത്തിൽ മഴ കൂടുതൽ കെടുതി സൃഷ്ടിച്ചതെങ്കിൽ, കലി തുള്ളിയതെങ്കിൽ അത് ഒരു സമാനതകളില്ലാത്ത ഉരുൾപൊട്ടലിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കുമൊക്കെ നയിച്ചതെങ്കിൽ ഇന്ന് മധ്യ കേരളത്തിൽ അത്ര കണ്ട് പ്രശ്നമുണ്ടാകില്ല. വടക്കൻ കേരളത്തിലാകും മഴ രൂക്ഷമാകാനും അത് മഴക്കെടുതിയിലേക്ക് വഴിവെക്കാനും സാധ്യതയുള്ളത് എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 5-ാം തീയതി വരെ മഴ തുടരും എന്ന് കൃത്യമായി അവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതിൽ റെഡ് അലേർട്ട് 8-ലധികം ജില്ലകളിൽ നൽകിയിരുന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അത്രയും തീവ്രമായ മഴ ഉണ്ടായേക്കില്ല എന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഒറ്റ രാത്രി മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തപ്പോൾ വടക്കൻ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളെയും മധ്യ കേരളത്തെയും മഴയിൽ മുക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ മഴ 2 ദിവസം തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രളയസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. 2018 സമാനമായ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. പക്ഷേ താൽക്കാലികമായി ഇന്നലെ രാത്രിയോടെ മഴ ശമിച്ചതാണ് മറ്റിടങ്ങളിലൊക്കെ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഈ റാന്നിയിലും ആറന്മുളയിലും ഉൾപ്പെടെയുള്ള പല തെക്കൻ മേഖലയിൽ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം ഇപ്പോഴും അങ്ങനെ നിൽക്കാനായി, വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല. കാരണം ജലസ്രോതസ്സുകൾ മുഴുവൻ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വെള്ളം കൃത്യമായി ഇറങ്ങിപ്പോകുന്നില്ല. അതാണൊരു പ്രതിസന്ധി. ഇനിയും അവിടെ അതിശക്തമായ മഴ പെയ്താൽ വീണ്ടും അങ്ങനെ തന്നെ വെള്ളം ഇരച്ചു കയറും. അങ്ങനെ ഒരു സാഹചര്യമാണ് തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത്. എന്തായാലും മലയോര മേഖലകളിലേക്ക്, അതോടൊപ്പം തന്നെ തീരമേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശം റവന്യൂ വകുപ്പും നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം കൃത്യമായി അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊന്മുടി ഉൾപ്പെടെയുള്ള എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുമുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാറ്റ് അതിശക്തമായി അടിക്കാൻ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് ദുരന്ത നിവാരണ സേന അടക്കം നൽകിയിരിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യം വന്നാലും അത് നേരിടാൻ ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം ദ്രുതകർമ്മ സേനയ്ക്കും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും എല്ലാം സംസ്ഥാന തലത്തിൽ തന്നെ റവന്യൂ വകുപ്പും നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.